വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജുഹു ബീച്ചിലാണ്. ജുഹു ബീച്ചിലിപ്പോൾ ഏകദേശം ഒരു 1 മണി ആവാറായുണ്ട്. നല്ല വെയിലുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ജുഹു ബീച്ച് കണ്ടിട്ട് പോകണം. ഏതായാലും വലിയൊരു ബീച്ചാണത്. കണ്ടോ, ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ കണ്ടോ. കണ്ണിക്കണ്ട പൊട്ടറ്റോ ചിപ്സും കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് ആൾക്കാർ ഇന്ന് കഴിക്കുന്നുണ്ട്. നല്ല വെയിൽ ഒരു കോട കയ്യിലെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും വെയിലത്തൊക്കെ നടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതായാലും നാട്ടിൽ നിന്ന് പോരാൻ നേരം പറഞ്ഞ് കയ്യിൽ കയറുകയാണ്. മഴയാണെന്ന് വിചാരിച്ചെടുത്ത ഏതായാലും വെയിലായാലും പ്രയോജനപ്പെടുത്താം. ഇവിടെ പലതരത്തിലുള്ള ഫുഡുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഏഹന നല്ല ഫുഡൊക്കെ, വെജ് ഫുഡൊക്കെ ഒത്തിരി. പാവഭാജി വേണമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏതായാലും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. ജുഹു ബീച്ചിൽ ഏതായാലും വെയിലാണ്. ആദ്യം ഇതൊക്കെ കണ്ടിട്ട് പോകുന്നവരാണ്. എന്തെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഡ്രൈവർ പറഞ്ഞ പുള്ളിയുടെ അടുത്ത് ഒരുമിച്ച് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെന്നുണ്ട്. ഐസ്ക്രീം, ഫലൂദ. ഇവിടെ ഇവർ പാവ് ഭാജി പോലെ എന്തൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. इसको क्या बोलते हैं भैया? पाव भाजी. एक को कितना? 200. പാവ് ഭാജി ആണെന്നാണ് പറഞ്ഞത്. ഒരെണ്ണത്തിന് 200 രൂപയാണ്. കണ്ടോ, 200 ആണോ? അവിടെയൊക്കെ കടയിൽ പാവ് ഭാജി എന്തായാലും 160 രൂപയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കഴിച്ചാണ്. ഓർക്കുള്ള എത്ര രൂപയാണ്. ഈ കോസ്റ്റൽ ഏരിയത്തിന് പൈസ കുറയുന്നൊക്കെ വിചാരിക്കും. പക്ഷേ ടൂറിസ്റ്റ് ഏരിയ അല്ലേ, അതാണ് പൈസ കുറവൊന്നുമില്ല. ഇതെന്താ, അത് ബീച്ച് കണ്ടിട്ട് നല്ല വെയിലാണ്. ഈ ബീച്ചിനകത്ത് ഇവിടം വരെ അതേ വെള്ളം കയറിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ ഒക്കെ ഇവിടെ ഇതൊക്കെ നനഞ്ഞായിരിക്കണം കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് നനഞ്ഞായിരിക്കണേ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറുന്നുണ്ടാവും കേട്ടോ. ജുഹു ബീച്ച്. ജുഹു ബീച്ചിൽ ഈ സമയത്തായതുകൊണ്ടായിരിക്കും വെള്ളം കയറി ഉണ്ട് കേട്ടോ. മുംബൈയിൽ വരുന്ന ഒരു സ്ഥലം കാണാൻ പോണവർ ഒന്നെങ്കിൽ ലോക്കൽ ടാക്സി വിളിക്കുക. ഇല്ല, ലോക്കൽ ടാക്സിക്കൊക്കെ കിലോമീറ്ററിന് ഏകദേശം 30 രൂപ വെച്ചാൽ. ഞങ്ങൾ ഏകദേശം 2.5 കിലോമീറ്റർ പോയത് 70 രൂപയായുള്ളൂ. അത് ഹുണ്ടായുടെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ലോക്കൽ ടാക്സി. കണ്ടോ, അവിടെ വരെ നല്ല ഭംഗിയില്ലേ നോക്കി. ചിലപ്പോൾ നൈറ്റൊക്കെ കൂടുതൽ ആളുകൾ, നൈറ്റല്ല സന്ധ്യയാകുമ്പോൾ കൂടുതൽ ആളുകൾ വരികയൊക്കെ. ഈ വെയിലത്ത് അങ്ങനെ അധികം ആരും വന്നിരിക്കുന്നില്ല. ഇത് കുറേ ഏരിയ ഉണ്ട് കണ്ടോ, അങ്ങോട്ട് ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ തെങ്ങുകളൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ ഇത് നനഞ്ഞാണ് കിടക്കുന്നത് കണ്ടോ, മണല്. ഏതായാലും നമ്മൾ ഈ കോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ ചീപ്പ് റേറ്റിന് ഫുഡൊക്കെ കിട്ടുന്ന ഓർക്കല്ലോ തന്നെ. പാവ് ഭാജിക്ക് 200 കേട്ടപ്പോഴേക്കും മുമ്പിലൊക്കെ വെച്ച് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ സ്ട്രീറ്റ് ഫുഡിനൊക്കെ അത്ര പൈസ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പൈസ കുറവാണ് സ്ട്രീറ്റ് ഫുഡിന്. ഇവിടെ സമൂസ ചാട്ടിനൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടോ കണ്ടോ. കുറേ സാധനങ്ങൾ ചോദിക്കാൻ വെച്ചിട്ടുണ്ട്. സേവ് പുരി, ദഹുപുരി. ഭയ്യ സമൂസ ചാട്ട് को कितना है? 100. एक दो क्या? मीडियम मीडियम तो 100 रुपया है. मीडियम तो हाँ वो
नहीं आप क्या बोल रहे हैं? खाने के लिए कैसा बनाओ? स्पाइसी, मीडियम? स्पाइसी नो प्रॉब्लम. स्पाइसी मतलब बहुत मिर्ची होगा. हाँ मीडियम 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 मीडिയം होगा. ഭക്ഷണത്തിനകത്ത് എരിവ് എത്ര വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ മീഡിയം മതി എന്ന് പറയും കേട്ടോ. 100 രൂപയാണ് ഒരു ഇതിന് പറഞ്ഞത്. दिल्ली वाले नहीं, केरला वाला है. हाँ पहली बार है. ഇവിടെ ആദ്യമായിട്ട് വന്നെന്ന് ചോദിക്കുകയാണ്. പൈസ ഹലോ, ഇതാണ് ഓർഡർ ചെയ്തത്. കഴിച്ചു നോക്കട്ടെ. അത്യാവശ്യം എരിവുണ്ട്. മീഡിയം എരിവെന്ന് പറഞ്ഞാണ്. നല്ല എരിവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൾക്ക് പൊളിഞ്ഞു പോയേനെ. എന്നിട്ട് ചോറ് കുളയാൻ. ഏതായാലും പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു മീഡിയം, അത്യാവശ്യം നമ്മുടെ ആൾ നല്ല എരിവ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇവിടെ. മീഡിയം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ചിലപ്പോൾ നല്ല എരിവിൽ വേണമായിരിക്കും. ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. കണ്ടോ കേട്ടോ ഈ ചാട്ട് ഐറ്റംസ് എന്നാണ് എനിക്ക് പറയണത്. സേവ് പൂരി, നമ്മൾ സേവ് പൂരിയൊക്കെ കഴിച്ചതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും ഈ അന്യ സംസ്ഥാനക്കാരായ ആളുകൾ എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇവരുടെ നാട്ടിൽ വന്ന് ഈ സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ഒരു വേറൊരു ഇതല്ല.